ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും മിഷൻ ഞായറിന്റെ എല്ലാവിധ ആശംസകളും ഞാൻ ആദ്യമായി തന്നെ നേരുന്നു. സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണ്. മാമോദീസായിലൂടെ ഈ അമ്മയുടെ മക്കളായ നാം ഓരോരുത്തരും പ്രേക്ഷിത പ്രവർത്തകരാണ്. പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അപ്പസ്തോലന്മാരായി നാമകരണം ചെയ്ത് അവരെ താൻ പോകുന്നിടത്തേക്കെല്ലാം തനിക്ക് മുമ്പേ അയക്കുന്നു, തൻ്റെ സുവിശേഷം അറിയിക്കുവാൻ. സ്നേഹം നിറഞ്ഞവരെ, ഈ അപ്പസ്തോലന്മാരെ അവിടുന്ന് ഭരമേൽപ്പിക്കുന്നത് രോഗികളെ സുഖപ്പെടുത്തുവാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനുമാണ്. ഇന്നത്തെ ഈ ലോകത്ത് സ്വാർത്ഥതയിൽ ലോകത്തിൻ്റെ ആത്മാവ് മരണപ്പെടുമ്പോൾ അവിടെ ദൈവസ്നേഹത്തിൻ്റെ പ്രതീക്ഷയുടെ സുവിശേഷം അറിയിക്കുവാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. വെറുപ്പിന്റെ കുഷ്ഠത ബാധിച്ച ഹൃദയങ്ങൾക്ക് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സുവിശേഷം കൊണ്ട് സൗഖ്യം നൽകുവാനും അസമാധാനത്തിന്റെയും യുദ്ധഭീതിയിലും കഴിയുന്ന പിശാച് ബാധിക്കപ്പെട്ട ഈ ലോകത്ത് ക്രിസ്തുവിന്റെ സമാധാനത്താൽ അസമാധാനത്തെ ബഹിഷ്കരിച്ച് സമാധാനം സ്ഥാപിക്കുവാനുമാണ് ഇന്ന് എല്ലാ മിഷണറിമാരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ മാസം പരിശുദ്ധ കത്തോലിക്കാ സഭ മിഷണറിമാർക്കും മിഷണറി പ്രവർത്തകർക്കും വേണ്ടി കാഴ്ചവെക്കുന്നു. ആരാണ് ആദ്യത്തെ പ്രേക്ഷിത? അത് പരിശുദ്ധ അമ്മ തന്നെയാണ്. പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിനെ സ്വീകരിച്ച പരിശുദ്ധ അമ്മ തൻ്റെ ഇളയമ്മയായ ഏലീശ ഗർഭിണിയായ വിവരം കേട്ട് അവളുമായി ക്രിസ്തുവിന്റെ സ്നേഹം പങ്കിടുവാൻ ജൂദയായിലെ മലച്ചെരിവുകളിലേക്ക് സഞ്ചരിച്ചു. അവൾ തൻ്റെ ക്രിസ്തു സ്നേഹം തൻ്റെ ജീവിതത്തിലൂടെയും വചനത്തിലൂടെയും മറ്റുള്ളവർക്ക് പങ്കിട്ടു. ഒക്ടോബർ മാസം 1-ാം തീയതി വിശുദ്ധ ചെറുപുഷ്പത്തിന്റെ തിരുനാളോടുകൂടി ആരംഭിച്ച ഈ പ്രേക്ഷിത മാസം തിരുസഭ നമ്മെ എല്ലാവരെയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ ചെറിയ വിശുദ്ധ അവളുടെ ആഗ്രഹം വഴി സഭയിലെ പ്രേക്ഷിതയായി, പ്രേക്ഷിതരുടെ മധ്യസ്ഥയായി. എനിക്ക് ക്രിസ്തുവിന്റെ രക്തസാക്ഷിയാവണം, എനിക്ക് ക്രിസ്തുവിന്റെ സുവിശേഷം പഞ്ചലോകത്തിലും വിതയ്ക്കണം, അവന്റെ കുരിശു നാട്ടണമെന്ന അവളുടെ ആഗ്രഹം വഴി അവൾ വിശുദ്ധയായി, അവൾ പ്രേക്ഷിതയുമായി. എനിക്ക് ക്രിസ്തുവിന്റെ പടയാളിയാകണം, എനിക്ക് ക്രിസ്തുവിന്റെ രക്തസാക്ഷിയാകണം, എനിക്ക് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടി അവന്റെ ഒരു പുരോഹിതനാകണമെന്ന ആഗ്രഹം കൊണ്ട് അവളുടെ സഭയുടെ പ്രേക്ഷിത മധ്യസ്ഥയായി, ഒരു പ്രേക്ഷിതയായി. തൻ്റെ ജീവിതത്തിൽ 4 മതിൽക്കെട്ടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവൾ ഈ ലോകത്തിന്റെ പ്രേക്ഷിത മധ്യസ്ഥയായി. ലോകത്തൊരിടത്തും അവൾ സുവിശേഷം പ്രസംഗിച്ചിട്ടില്ല, മറിച്ച് അവളുടെ ആഗ്രഹം കൊണ്ട് അവൾ സുവിശേഷ പ്രവർത്തകയായി. അവളുടെ നിസ്സാരമായ ത്യാഗങ്ങൾ അവൾ ദൈവസ്നേഹത്തെ പ്രതി പ്രേക്ഷിത പ്രവർത്തകർക്കും പ്രേക്ഷിത പ്രവർത്തനത്തിനും വേണ്ടി അവൾ സമർപ്പിച്ചു. അവളുടെ നിസ്സാരമായ പ്രാർത്ഥനകൾ സഭയുടെ പ്രേക്ഷിത പ്രവർത്തകർക്ക് ശക്തിയായി. സ്നേഹം നിറഞ്ഞവരെ, നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ശിഷ്യന്മാരെ പോലെ ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കുവാനും പരിശുദ്ധ അമ്മയെ പോലെ ക്രിസ്തു സ്നേഹം മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കുവാനും വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെ പ്രേക്ഷിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മുടെ നിസ്സാരമായ പ്രാർത്ഥനകളും ത്യാഗങ്ങളും ക്രിസ്തുവിന്റെ പ്രേക്ഷിതർക്കും പ്രേക്ഷിത പ്രവർത്തകർക്കും ശക്തി പകരുവാനുമാണ്. സ്നേഹം നിറഞ്ഞവരെ, നമുക്കെല്ലാവർക്കും നമ്മുടെ ഹൃദയങ്ങൾ വിശുദ്ധ കുർബാനയിലേക്ക് അർപ്പിക്കാം. അവിടെ നിന്ന് ശക്തി സ്വീകരിച്ച് ക്രിസ്തുവിന്റെ പ്രേക്ഷിത പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ക്രിസ്തുവിന്റെ പ്രേക്ഷിതരാകാം. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.